നമസ്കാരം. ആശ്രിതവത്സലനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം തേടി ജീവിതാഭിവൃദ്ധി കൈവരിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് കുചേല ദിനം. ഈ ദിവസം ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കുകയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുകയും ചെയ്താൽ ഗൃഹദുരിതങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും കടവും മാനസിക ശാരീരിക പീഡകളും അകലുന്നതാണ്. ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നത്. കുചേല അവിൽ ദിനമെന്നും ഇത് അറിയപ്പെടുന്നതാകുന്നു. ത്രൈലോക്യനാഥനും ഭക്തവത്സലനുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തനും സതീർത്ഥ്യനുമായിരുന്നു കുചേലൻ അഥവാ സുധാമാവ്. ദാരിദ്ര്യത്തിന്റെ പാരമ്യത്തിൽ കഴിയുകയായിരുന്നു സുധാമാവ്. ഒരു ദിവസം ഭാര്യയുടെ നിർബന്ധപ്രകാരം ഭഗവാനെ കാണാൻ അവിൽപ്പൊതിയുമായി ദ്വാരകയിലെത്തി. ഗോപുരവാതിൽ എത്തിയപ്പോൾ തന്നെ സുധാമാവിനെ കണ്ട ശ്രീകൃഷ്ണ ഭഗവാൻ മാളികയിൽ നിന്നും ഓടിയെത്തി. കൂട്ടുകാരനെ ആശ്ലേഷിച്ച് സ്വീകരിച്ച് കാൽ കഴുകി തീർത്ഥം ശിരസിൽ തളിച്ചു. പിന്നീട് വെൺചാമരം വീശി ക്ഷീണമകറ്റി. തുടർന്ന് സ്നേഹാന്വേഷണം നടത്തി. പിന്നെ ഭഗവാൻ സതീർത്ഥ്യൻ കൊണ്ടുവന്ന അവിൽ ഭക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ കടങ്ങളെല്ലാം തീർത്ത് ദുഃഖനിവൃത്തി വരുത്തി അനുഗ്രഹിച്ചു. കുചേലൻ യാതൊന്നും ആവശ്യപ്പെടാതെയാണ് ഭഗവാൻ ഇതെല്ലാം ചെയ്തത്. ഈ അത്യപൂർവ സംഭവത്തിന്റെ ഈശ്വരലീലയുടെ ഓർമ്മ പുതുക്കലാണ് കുചേല ദിനമായി നാം ഏവരും ആചരിക്കുന്നത്. ഈ ദിവസം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി അവിൽ നിവേദിച്ച് പ്രാർത്ഥിക്കുന്നതും കുചേല കൃഷ്ണ ശ്ലേഷ ദൃശ്യം കഥകളി കാണുന്നതും കടത്തിൽ നിന്നും ഭക്തരെ മോചിപ്പിക്കുന്നതാകുന്നു. സുഖവും ഐശ്വര്യവും ധനാഭിവൃദ്ധിയും നൽകും എന്നതാണ് വാസ്തവം. അതിനാൽ ഇന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കാത്തവർ സൗകര്യപ്രദമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിൽക്കിഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അത്രമേൽ ശുഭകരമാണ്. ഇത്തരത്തിൽ ശ്രീകൃഷ്ണ പൂജയും അവിൽ നിവേദ്യവും നടത്തിയാലും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇന്നേ ദിവസം ചില പ്രത്യേക കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം ചില വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. അത് ആ വീടുകൾക്ക് സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കും എന്നാണ് പറയുക. ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിക്കും. അതിൽ ആദ്യത്തേതായ വസ്തു നെയ്യാണ്. നെയ്യുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. ഇന്നേ ദിവസം വീടുകളിൽ കൊണ്ടുവരുന്നത് പോലും മഹാഭാഗ്യമാണ്. ആരോഗ്യം വർദ്ധിക്കും എന്നാണ് പറയുക. കൂടാതെ ഭാഗ്യവും ആ വ്യക്തികൾക്ക് വർദ്ധിക്കുന്നതാകുന്നു. അതിനാൽ തീർച്ചയായും അല്പം നെയ്യാണ് എങ്കിലും നാളെ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടുകളിൽ കൊണ്ടുവരികയും പ്രത്യേകിച്ചും വിളക്കിന് മുൻപിൽ സമർപ്പിക്കുന്നതും അതീവ ശുഭകരമാണ്. ശേഷം കുടുംബത്തിലെ ഏവരും അത് സേവിക്കുന്നതും അതീവ ശുഭകരമായ ഫലം നൽകും. കൂടാതെ നാളെ വീടുകളിൽ തുളസി നടുകയാണ് എങ്കിൽ അത് ആ വീടുകൾക്ക് മഹാഭാഗ്യം തന്നെ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ധനപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും മഹാലക്ഷ്മി കടാക്ഷത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലാകുന്നു. അഥവാ ധനം കൈകളിലേക്ക് വന്നു ചേർന്നുകൊണ്ടേ ഇരിക്കുവാൻ ഇപ്രകാരം ചെയ്യുന്നത് ഉത്തമമാകുന്നു. അതിനാൽ നാളെ തീർച്ചയായും ഒരു തുളസിയെങ്കിലും വീടുകളിൽ നടുക. വടക്ക് കിഴക്ക് നടുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. കൂടാതെ നാളെ ശംഖുപുഷ്പ ചെടി കിഴക്ക് ഭാഗത്ത് നടുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യം തന്നെ വന്നു ചേരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സാധിക്കുന്ന ഏവരും ഈ ഒരു കാര്യം കൂടി നാളെ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്രകാരം ചെയ്യുകയും ആ ശംഖുപുഷ്പം പിടിച്ചു വരികയുമാണ് എങ്കിൽ അത് ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതിനും സൗഭാഗ്യവും ഐശ്വര്യവും വർദ്ധിക്കുന്നതിനും സഹായകരം തന്നെയാകുന്നു. നാളെ ശംഖ് വീടുകളിൽ കൊണ്ടുവരികയാണ് എങ്കിൽ അത് ആ വീടുകളിൽ ഈശ്വരാധീനം അഥവാ ഭഗവാന്റെ അനുഗ്രഹം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യവും നാളെ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വീടുകളിലേക്ക് ശംഖ് കൊണ്ടുവരികയും അവ പൂജാമുറിയിൽ തന്നെ വിളക്ക് തെളിയിച്ച് സമർപ്പിക്കുന്നതും സർവ്വ ഐശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമാകുന്നു. മറ്റൊന്ന് മഞ്ഞപ്പട്ടാകുന്നു. മഞ്ഞപ്പട്ട് നാളെ വീടുകളിൽ കൊണ്ടുവരുന്നത് സൗഭാഗ്യം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. ഐശ്വര്യം വർദ്ധിക്കാം.
നിങ്ങളുടെ വീടുകളിൽ മഞ്ഞപ്പട്ടില്ല എങ്കിൽ നാളെ മഞ്ഞപ്പട്ട് കൊണ്ടുവരികയും അതിനു മുകളിലായി ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. സാധിക്കുന്നവർ ആ കാര്യം നാളെ തീർച്ചയായും ചെയ്യുക. ഇനി അഥവാ നിങ്ങളുടെ വീടുകളിൽ മഞ്ഞപ്പട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നാളെ ഒരെണ്ണം കൂടി കൊണ്ടുവന്ന് വിളക്കിന് മുൻപിൽ സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു. ശേഷം കന്നിമൂലയിലെ അലമാരിയിൽ പണം വയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇതും സൂക്ഷിക്കാവുന്നതാണ്. എന്നാൽ മഞ്ഞപ്പട്ട് വീടുകളിൽ ഇല്ല എങ്കിൽ അത് പൂജാമുറിയിൽ തന്നെ സൂക്ഷിച്ച് നിത്യവും വിളക്ക് തെളിയിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ്. കൂടാതെ നാളെ ഭഗവാന്റെ ചിത്രം വീടുകളിൽ കൊണ്ടുവരിക. ഒരെണ്ണമെങ്കിലും കൊണ്ടുവരുന്നത് അത്രമേൽ ശുഭകരമായ ഒരു കാര്യമാകുന്നു. സകല ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമാണ് എന്നാണ് പറയുക. അത്രമേൽ വിശേഷപ്പെട്ടതായ ദിവസമാകുന്നു. കൂടാതെ നാളെ ക്ഷേത്രത്തിൽ നിന്നും പ്രസാദം നിങ്ങൾ വീടുകളിൽ കൊണ്ടുവരുന്നതും കുടുംബാംഗങ്ങൾ ഏവരും അത് സ്വീകരിക്കുന്നതും സേവിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. നാളെ തീർച്ചയായും പൂജാമുറിയിൽ പ്രസാദം വയ്ക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ സാധിക്കുന്ന ഏവരും അതിരാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ വിളക്ക് തെളിയിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. നാളെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കാരണം അത്രമേൽ വിശേഷപ്പെട്ടതായ ദിവസമാകുന്നു. കൂടാതെ നാളെ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ നാളെ ശംഖുപുഷ്പം, അത് വെള്ള ശംഖുപുഷ്പമാണ് എങ്കിലും നീല ശംഖുപുഷ്പമാണ് എങ്കിലും സമർപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മഞ്ഞ പുഷ്പങ്ങളോ മറ്റു പുഷ്പങ്ങളോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ധനം വർഷിക്കുന്ന പുഷ്പങ്ങളാണ് ഇവ. അത് വെള്ള ശംഖുപുഷ്പവും നീല ശംഖുപുഷ്പവുമാകുന്നു. ഒപ്പം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ നാമങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. അതിൽ പ്രധാനപ്പെട്ടത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതാകുന്നു. ഏറ്റവും വിശേഷമാണ്. സൗഭാഗ്യം ആ വർഷം മുഴുവൻ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. എത്രമേൽ ദുരിതത്തിലും കഷ്ടതകളിലുമാണ് നിങ്ങൾ എങ്കിൽ പോലും ഈ നാമം ജപിക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരും. സൗഭാഗ്യം ഇരട്ടിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങൾ ജപിക്കുന്നതും നിങ്ങൾക്ക് അറിയാവുന്ന മറ്റ് മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. ഗൃഹനാഥ അല്ലെങ്കിൽ ഗൃഹനാഥൻ പ്രത്യേകിച്ചും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത് കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള ഉയർച്ചയ്ക്ക് സഹായകരം തന്നെയാകുന്നു. എന്നാൽ അമ്മമാരാണ് പാരായണം ചെയ്യുന്നത് എങ്കിൽ മക്കൾക്ക് ഇരട്ടി ഫലം തന്നെയാണ് വന്നു ചേരുക. ഉയർച്ചയും ഭാഗ്യവും ആഗ്രഹ സാഫല്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഉയർച്ചയില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ തീർച്ചയായും നാളെ ഈ കാര്യം ചെയ്യുന്നതും തുടർന്ന് സാധിക്കുന്നതായ അവസരങ്ങളിലെല്ലാം തന്നെ ഇപ്രകാരം ഈ നാമം ജപിച്ച് പോകുന്നതും ഉത്തമം തന്നെയാകുന്നു. ഭാഗ്യം വർദ്ധിക്കുവാൻ ഏറ്റവും ഉത്തമമാണ്. അതിനാൽ തീർച്ചയായും നാളെ ഈ കാര്യം ചെയ്യാതിരിക്കരുത്. കൂടാതെ നാളെ അതിരാവിലെ കുളിച്ച് ഇപ്രകാരം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധിക്കാത്തവരാണ് എങ്കിൽ സന്ധ്യയ്ക്കാണ് എങ്കിലും ഇപ്രകാരം ചെയ്യാവുന്നതാണ്. നാളെ വീടുകളിൽ മധുര പലഹാരങ്ങൾ തയ്യാറാക്കുന്നത് ഏറ്റവും വിശേഷമാണ്. ഇപ്രകാരം തയ്യാറാക്കി ഭഗവാനെ സമർപ്പിക്കുന്നതും അത് പിന്നീട് കുടുംബാംഗങ്ങൾ സേവിക്കുന്നതും അതീവ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമാണ്. നാളെ പ്രത്യേകിച്ചും പാൽപായസം ഭഗവാനെ സമർപ്പിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. കൂടാതെ നാളെ അവിൽ കിഴി സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക. ക്ഷേത്രത്തിൽ സമർപ്പിച്ചവരാണ് എങ്കിൽ തീർച്ചയായും വീടുകളിൽ അവിൽ വിളയിച്ചത് ഭഗവാന് സമർപ്പിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. ഇനി ക്ഷേത്രത്തിൽ സമർപ്പിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വീടുകളിൽ തന്നെ അവിൽ കിഴി സമർപ്പിക്കാവുന്നതുമാണ്. തീർച്ചയായും ഈ കാര്യത്തിന് പ്രാധാന്യം നൽകുക. എന്നാൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതാണ് ഏറ്റവും വിശേഷം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കുവാൻ മുൻഗണന നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ഏവരും നാളെ ഈ കാര്യങ്ങൾ ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യും.